നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി UDF. ഫെബ്രുവരിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി പ്രകടന പത്രിക പുറത്തിറക്കാനാണ് തീരുമാനം. മുന്നണി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി PV അൻവറിനെയും CK ജാനുവിനെയും അസോസിയേറ്റ് മെമ്പർമാരായി UDF-ൽ ഉൾപ്പെടുത്തി. ഇനി പ്രവർത്തനം വാർഡുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് എന്ന ആമുഖത്തോടെ നിയമസഭാ പോരാട്ടത്തിന് ഒരുങ്ങുകയാണെന്ന് VD സതീശൻ പറയുന്നു. ജനുവരി ആദ്യത്തോടെ തന്നെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിക്കും. പുതിയൊരു കേരളത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും VD സതീശൻ. മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി CK ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികളെ UDF-ന്റെ അസോസിയേറ്റ് മെമ്പർമാരായി ഉൾപ്പെടുത്താനും ധാരണയായി. UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDF-ന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. UDF-ലേക്കുള്ള ക്ഷണം അംഗീകാരമായി കാണുന്നുവെന്ന് PV അൻവർ. സന്തോഷമെന്ന് CK ജാനു. അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പരിഗണിച്ചിരിക്കുന്നത് അത് വളരെ സ്വാഗതാർഹമാണ്. ശരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ് UDF പ്രതീക്ഷ. ഫെബ്രുവരിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കേരള യാത്ര നടത്തും. നിലവിലെ സർക്കാർ വിരുദ്ധ നിലപാട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് UDF വിലയിരുത്തൽ. 24 കൊച്ചി. UDF അസോസിയേറ്റ് അംഗമാക്കാനുള്ള വാഗ്ദാനം നിരസിച്ച് കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. താൻ NDA വൈസ് ചെയർമാനാണെന്നും അതൃപ്തിയുണ്ടെങ്കിലും മറ്റൊരു മുന്നണിയിലേക്ക് പോകാനുള്ള സാഹചര്യമില്ലെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. അപേക്ഷ നൽകിയത് പ്രകാരമാണ് അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. VSDP അധ്യക്ഷനായ വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ കാമരാജ് കോൺഗ്രസിനെയും UDF അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപനം നടത്തി കുടുങ്ങി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശനെ തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്തെത്തി. NDAയിലെ അതൃപ്തി രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായും സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ മുന്നണി വിടാൻ ആലോചനയില്ല. താൻ എന്നും സ്വയം സേവകനാണെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDF-ൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും. വിഷ്ണുപുരം തന്നെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. എന്നെ വന്ന് കണ്ടിരുന്നു, അദ്ദേഹം രമേശ് ചെന്നിത്തലയെ ചെന്ന് കണ്ടിരുന്നു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലക്കച്ചവടമൊന്നും ഇല്ലല്ലോ. ഒരുമിച്ച് അസോസിയേറ്റ് മെമ്പറാക്കി അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് വേണ്ട, ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. തന്റെ കത്തുണ്ടെങ്കിൽ പുറത്തുവിടാൻ വെല്ലുവിളിച്ചാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 തിരുവനന്തപുരം. ഭരണവിരുദ്ധ വികാരവും ശബരിമലയും തോൽവിക്ക് കാരണമായില്ലെന്ന വാദമുയർത്തുന്നതിനിടെ തദ്ദേശഫലം സൂക്ഷ്മമായി വിലയിരുത്താൻ CPIM വിശദമായ ചോദ്യാവലി നൽകി ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വിവരം ശേഖരിച്ചു തുടങ്ങി. ഓരോ ഏരിയയിലും തോൽവിക്ക് കാരണമായ വിഷയങ്ങൾ, പാർട്ടിയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെ എന്നതെല്ലാം അടങ്ങുന്നതാണ് ചോദ്യാവലി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ വിലയിരുത്തലിനായി ഈ ആഴ്ച അവസാനം CPIM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഇതിന് മുന്നോടിയായാണ് ഏരിയ തലത്തിൽ ചോദ്യാവലി നൽകി പരാജയ കാരണങ്ങൾ സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഫലവും കഴിഞ്ഞ തവണത്തെ ഫലവുമായുള്ള താരതമ്യം, UDF-ന്റെ പ്രവർത്തനം, BJP-യുടെ നില, SDPI വെൽഫെയർ പാർട്ടികളുടെ പ്രവർത്തനം, ഫലത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ, പാർട്ടിയുടെ ദൗർബല്യങ്ങൾ എന്ത്, സർക്കാരിന്റെ ആനുകൂല്യ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്നോ, പോളിംഗിന് ശേഷമുള്ള പാർട്ടിയുടെ വിലയിരുത്തലും ഫലവും തമ്മിലുള്ള അന്തരം എന്താണ്, വോട്ടിംഗ് രംഗത്തെ പ്രവണത തുടങ്ങിയ 22 ചോദ്യങ്ങളാണ് ചോദ്യാവലിയിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് പരിശോധിക്കാനുള്ള ചോദ്യങ്ങളും ഇതിലുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടപടി വേണ്ടി വന്നിട്ടുണ്ടോ, പൊതുസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ചോദ്യങ്ങൾക്കുള്ള മറുപടി ഏരിയ കമ്മിറ്റികൾ അടിയന്തരമായി ജില്ലാ സെന്ററിന് കൈമാറണമെന്നാണ് നിർദ്ദേശം. ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഫലം വിലയിരുത്തി നിഗമനങ്ങളിലെത്താനാണ് ധാരണ. 24 തിരുവനന്തപുരം. BJP-യുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയെന്ന് സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നു. ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ചില നേതാക്കൾ നേതൃത്വത്തെ പറ്റിക്കുന്നുവെന്നും അതിന്റെ പേരിൽ കോടികൾ കൊണ്ടുപോയി എന്നും യോഗത്തിൽ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോൾ വോട്ട് ശതമാനത്തിലുണ്ടായ കുറവ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അത് വിശദമായി പരിശോധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നമ്മളോട് പറഞ്ഞിരുന്നു. അതിലൊക്കെയുള്ള വിശദമായ ചർച്ചകളാണോ നടന്നത്? എന്തൊക്കെയാണ് വിലയിരുത്തൽ? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനാണ് ഇന്ന് കണ്ണൂരിൽ ഈ സംസ്ഥാന നേതൃയോഗം ചേർന്നത്. നേരത്തെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഈ ക്രിസ്ത്യൻ നേതാക്കൾ പ്രാധാന്യം ലഭിക്കുന്നുവെന്ന് ചില അഭിപ്രായ വ്യത്യാസം
സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. ചിലവരുടെ ആശയങ്ങളിൽ നിന്ന് പാർട്ടി വ്യതിചലിക്കുന്നുവെന്നും അടിസ്ഥാന തത്വമായ ഹിന്ദുത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്നും കാവിക്കൊടി പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനാണ് ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് പാളിയത് അതിന്റെ ഉത്തരവാദിത്വ സംസ്ഥാന നേതൃത്വത്തിനാണെന്ന് വിമർശനം ഉയർന്നത്. ചില നേതാക്കൾ ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് നേതൃത്വത്തെ പറ്റിക്കുന്നു, അതിന്റെ പേരിൽ കോടികൾ കൊണ്ടുപോയെന്ന് വിമർശനം ഉയർന്നു. വോട്ട് ശതമാനം കുറഞ്ഞതിൽ അതിന്റെ കാരണം നേതൃത്വം തന്നെ വ്യക്തമാക്കണം. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതൽ കിട്ടിയിരുന്ന തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40% വോട്ട് കിട്ടിയ തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പകുതി പോലും വോട്ടുകൾ BJPക്ക് സംഭരിക്കാനായില്ല. ഈ വോട്ട് ശതമാനം കുറഞ്ഞതിൽ ഇതിന്റെ കാരണം നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ കേരളത്തിൽ ഉണ്ടായിരുന്ന BJP അനുകൂല തരംഗം മുതലെടുക്കാൻ കഴിഞ്ഞില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ സ്ഥാനത്തിൽ അക്കാര്യത്തിൽ 4 പേരുടെ പട്ടിക കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തു. VV രാജേഷ്, R ശ്രീലേഖ, കരമന അജിത്ത്, B ഗിരി എന്നിവരുടെ പേരുകളാണ് കേന്ദ്രത്തിന് അയച്ചത്. അതാണ് 2020-നേക്കാൾ നേട്ടം ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്, പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഈ യോഗത്തിൽ എന്നതും ഈ വാർത്തയുടെ മറ്റൊരു വിശദാംശമാണ്. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ബഘേലിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സ്ഥിരീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പിടിയിലായവരിൽ 4 പേർ BJP അനുഭാവികളും ഒരാൾ CITU പ്രവർത്തകനുമാണ്. ആൾക്കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ RSS ആണെന്ന ഗുരുതര ആരോപണമാണ് CPIM ഉന്നയിക്കുന്നത്. കൊല്ലപ്പെട്ട രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായി ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോകും. കേസിൽ അറസ്റ്റിലായ പാലക്കാട് അട്ടപ്പള്ളം സ്വദേശികളായ അനു, പ്രസാദ്, മുരളി, വിപിൻ എന്നിവർ BJP അനുഭാവികളാണെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 4-ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണ്. കേസിൽ SC/ST പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകളും ചുമത്തും. പ്രതികൾ വടി ഉപയോഗിച്ച് മുതുകിലും തലയിലും ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാമർശിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്തുവന്നു. കൊലപാതകത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. RSSന്റെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കൊടും ക്രൂരത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സെറ്റാണ് ചേർക്കൽ ചെയ്തത്. അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. പ്രതികൾക്കെതിരെ കർശന നടപടിയെന്നും പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സംഭവമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേസമയം ആൾക്കൂട്ടക്കൊലയിലെ പ്രതികരണത്തിൽ RSS എന്ന വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് RSS എന്ന വാക്ക് മിണ്ടിയില്ല, ആ വാക്കേ മിണ്ടിയില്ല. പ്രതികൾ ആരെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസാണെന്നായിരുന്നു VD സതീശന്റെ മറുപടി. ഞാനല്ലല്ലോ കണ്ടുപിടിക്കുന്നത്, പോലീസാണ് കണ്ടുപിടിക്കുന്നത് RSS ആണല്ലെന്ന്. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. ദേശീയ തലത്തിലും ആൾക്കൂട്ടക്കൊല ചർച്ചയാക്കാനാണ് ഇടതു പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും ആലോചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതൽ വീണ്ടെടുക്കാനാകാതെ SIT. നഷ്ടമായ സ്വർണത്തിന്റെ അളവിലും അവ്യക്തത തുടരുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈ വ്യവസായിയെ ചോദ്യം ചെയ്യും. ഗോവർദ്ധൻ മാളികപ്പുറത്ത് നൽകിയ 10 പവൻ മാല മഹസറിൽ രേഖപ്പെടുത്താതെ സൂക്ഷിച്ചു എന്നും സംശയമുണ്ട്. 2 മാസം കഴിഞ്ഞിട്ടും ശബരിമലയിൽ നിന്ന് കട്ടെടുത്ത സ്വർണം എവിടെയെന്ന് ചോദിച്ചാൽ SITക്ക് ഉത്തരമില്ല. തൊണ്ടി മുതൽ എന്ന പേരിൽ 109 ഗ്രാം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 475 ഗ്രാം ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധനിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ഇവ ശബരിമലയിൽ നിന്നെടുത്ത യഥാർത്ഥ സ്വർണമല്ല. തട്ടിയെടുത്തതായി കരുതുന്നതിന് തുല്യ അളവിലുള്ള സ്വർണം പ്രതികൾ തന്നെ SITക്ക് കൈമാറിയതാണ്. സ്വർണ്ണപ്പാളിയിൽ നിന്നും എത്ര സ്വർണം നഷ്ടമായെന്നതിലും വ്യക്തതയില്ല. 2 കിലോയോളം സ്വർണം നഷ്ടമായെന്നായിരുന്നു ആദ്യ നിഗമനം. അങ്ങനെയെങ്കിൽ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും എടുത്തതായി പറയുന്ന 584 ഗ്രാമിനപ്പുറം ബാക്കി 1.5 കിലോ എവിടെയെന്ന് ഇതുവരെയും കണ്ടെത്താനുമായിട്ടില്ല. ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം. തൊണ്ടി മുതൽ കണ്ടെത്തിയോ, എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ, അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. യഥാർത്ഥ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. അതിനിടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്ന അവകാശവാദവുമായി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. തനിക്ക് ലഭിച്ച 475 ഗ്രാം സ്വർണത്തിന്റെ വിലയായി 14.97 ലക്ഷം രൂപ 2019 തന്നെ തിരിച്ചടച്ചെന്നാണ് രേഖകൾ സഹിതം അവകാശപ്പെടുന്നത്. 9.99 ലക്ഷം രൂപ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലുള്ള 5 DDകളായി ദേവസ്വത്തിന് നൽകി. 3.13 ലക്ഷം രൂപയ്ക്ക് മാളികപ്പുറത്തേക്ക് മാല വാങ്ങി. ബാക്കി തുക ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി. ശബരിമലയിലെ സ്വർണത്തിന് പകരം പണമടയ്ക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർദ്ദേശിച്ചതനുസരിച്ചായിരുന്നു നടപടിയെന്നും അതിനാൽ താൻ സ്വർണം മോഷ്ടിച്ചതല്ലെന്നുമാണ് അവകാശപ്പെടുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ ദേവസ്വം ബോർഡും SITയും മറുപടി പറയേണ്ടി വരും.
അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ വ്യവസായി സ്വർണം ഗോവർദ്ധൻ എത്തിച്ചു നൽകിയ കൽപേഷ് എന്നിവരെ ഉടൻ ചോദ്യം ചെയ്യാൻ SIT നീക്കം നടത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാതല ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി മാറുകയാണ്. ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടക്കുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശിനി ദുർഗയിൽ മിടിക്കും. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി. വിപിൻ, 1.5 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് സൂപ്രണ്ട് പ്രകടിപ്പിച്ചത്. പക്ഷേ അതിൽ കൂടുതൽ സമയം എടുക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഇപ്പോഴും ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ. ഇപ്പോൾ ഇത് 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു അന്തിമഘട്ടത്തിലേക്ക്, ഈ ശസ്ത്രക്രിയ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഷിബുവിൻ്റെ ഹൃദയം ഇപ്പോൾ ഈ നേപ്പാൾ സ്വദേശിയായിട്ടുള്ള ദുർഗ കാമിയിൽ വെക്കുന്ന ആ ഒരു പ്രക്രിയ കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമുള്ള മറ്റ് ചികിത്സാ പ്രക്രിയ, ഈ ശസ്ത്രക്രിയയുടെ മറ്റ് പ്രക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു 4 മണിക്കൂറിന് ശേഷമായിരിക്കും വിജയത്തെക്കുറിച്ചും എന്താണ് ഈ ശസ്ത്രക്രിയയുടെ രൂപം എന്നുള്ളത് സംബന്ധിച്ചിട്ടൊക്കെ ഒരു വ്യക്തത, ഒരു കൃത്യത ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടർമാർ പറയുകയുള്ളൂ എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 3 മണിയോട് കൂടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെ ഹെലിപാഡിലേക്ക് ഈ ഒരു ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസ് എത്തുന്നത്. 4 മിനിറ്റ് കൊണ്ട് പിന്നീട് ജനറൽ ആശുപത്രിയിലേക്ക് എത്തി. ഇത് കേരളത്തെ എന്നല്ല രാജ്യത്തെ സംബന്ധിച്ച് തന്നെ ഒരു ജനറൽ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചും നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും വലിയ ഒരു ചരിത്രപരമായിട്ടൊരു മുഹൂർത്തം അല്ലെങ്കിൽ ഒരു നാഴികക്കല്ല് എന്ന് പറയാവുന്ന കാര്യം തന്നെയാണ്. നേപ്പാൾ സ്വദേശിയായിരുന്നു ഈ ദുർഗ കാമി. ആദ്യം നമ്മളുടെ പൗരന്മാരെ പരിഗണിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വർഷമായി നിയമത്തിന്റെ നൂലാമാലകൾ അതെല്ലാം ഒഴിഞ്ഞിരുന്നു. ഇപ്പോൾ ശസ്ത്രക്രിയ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഇതിനോടകം തന്നെ ഹൃദയം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അവസാന വട്ടം നടപടികൾ അതാണിപ്പോൾ നടക്കുന്നത്. ശസ്ത്രക്രിയ വിജയമായിരുന്നു എന്നതൊക്കെ രാത്രിയോടെ അറിയാൻ കഴിയും. വാർത്താസന്ധ്യ തുടരും മറ്റു വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ 3 പേർ കസ്റ്റഡിയിൽ. കേസിൽ ശിക്ഷിക്കപ്പെട്ട 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ ഷെയർ ചെയ്തവരാണ് പിടിയിലായത്. വീഡിയോ പ്രചരിപ്പിച്ച 100 അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു. വീഡിയോയുടെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാണ്. മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ചവർക്കെതിരെ നടപടി വേണമെന്ന് അതിജീവിത പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 24 ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് ഇനി. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചുവെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിയിക്കാനായില്ല. ഇതോടെ ഷൈന്റെയും സുഹൃത്തിനെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഏറെ വിവാദമായ നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ നിന്നുള്ള ചാടി രക്ഷപ്പെടൽ. പിന്നാലെ ലഹരി ഉപയോഗിച്ചു എന്നതിൽ പോലീസ് കേസ്. ഇതിലാണ് ഫോറൻസിക് റിപ്പോർട്ട് നടന് അനുകൂലമായിരിക്കുന്നത്. ലഹരി ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം. ഹോട്ടലിൽ മുറിയെടുത്ത ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചു എന്നതാണ് കേസ്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ആക്രമിക്കാൻ എത്തിയവരെന്ന് കരുതിയാണ് ഓടിയതെന്നായിരുന്നു ഷൈനിന്റെ വാദം. ഒരാഴ്ച കഴിഞ്ഞ് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നായിരുന്നു ഷൈനിന്റെ മൊഴി. കൊച്ചി നോർത്ത് പോലീസ് ഷൈനെയും സുഹൃത്ത് അഹമ്മദ് മുർഷനെയും പ്രതി ചേർത്ത് കേസെടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്കായി നഖവും മുടിയും ശേഖരിച്ചു. ഈ ഫോറൻസിക് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. ഷൈനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഈ മാസം അവസാനമായിരിക്കും നോർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകുക. 24 കൊച്ചി. തൃശൂർ ചന്ദ്രാപ്പന്നയിൽ കാർ അഭ്യാസ പ്രകടനത്തിനിടെയുണ്ടായ അപകടത്തിൽ 14 വയസ്സുകാരൻ മരിച്ചു. ബീച്ചിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുഹമ്മദ് സിനാനാണ് മരിച്ചത്. കൂരിക്കുഴി സ്വദേശി ഷജീറാണ് ബീച്ചിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. ജിപ്സി ഡ്രിഫ്റ്റിംഗിനിടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പിടിയിലായ ഷജീർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിൽ നിന്ന് പിടികൂടിയ കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. കടുവയുടെ വൈദ്യപരിശോധന പൂർത്തിയായി. അതേസമയം വയനാട് പുൽപ്പള്ളിയിൽ കടുവാ ഭീതി ഒഴിയുന്നില്ല. വണ്ടിക്കടവ് ഉന്നതിയിലെ കർണാടക വനാതിർത്തിയിലും ഏരിയപ്പുള്ളിയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു.
ഏറെക്കാലമായി കുമ്പളത്താമണ്ണിലെ ഉറക്കം കളഞ്ഞ കടുവ ഒടുവിൽ കൂട്ടിലായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഇന്നലെ ആടിനെ കടുവ കൊണ്ടുപോയതിന് പിന്നാലെ വനം വകുപ്പ് ജനവാസ മേഖലയോട് ചേർന്ന് വനത്തിനുള്ളിൽ കൂട് സ്ഥാപിക്കുകയായിരുന്നു. കടുവയ്ക്ക് ചെറിയ പരുക്കുകളുണ്ട്. DFOയും വെറ്റിനറി സർജനും കടുവയെ പരിശോധിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. അതേസമയം വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവ് ഉന്നതിക്ക് സമീപം കന്നരാംപുഴയോരത്ത് ഇന്ന് പുലർച്ചെ കടുവയെ കണ്ടു. അർദ്ധരാത്രി പുൽപ്പള്ളി ടൗണിലുള്ള ഏരിയ പള്ളിയിലും കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്നലെ മാടപ്പള്ളിക്കുന്ന് ഉന്നതിക്ക് സമീപം ഇറങ്ങിയ കടുവയാണ് ഇതെന്ന് സംശയമുണ്ട്. ക്യാമറകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടരുകയാണ്. അപകടകരമായ സ്ഥിതി ആവർത്തിക്കാതിരിക്കാൻ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള സാധ്യതയും വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ബംഗ്ലാദേശിൽ വീണ്ടും വെടിവയ്പ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് മൊത്തലിബ് ഷിക്ദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഇന്ത്യ. സംഘർഷത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ ന്യായമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. ഇൻകുലാബ് മഞ്ച് സ്ഥാപക നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിന് അയവില്ല. പ്രതിഷേധങ്ങൾക്കിടെയാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി നേതാവ് മൊത്തലീബ് ഷിക്ദറിന് വെടിയേറ്റത്. ഗുൽനയിലെ സോണാധങ്കയിലെ വീട്ടിൽ വെച്ച് ഉച്ചയ്ക്ക് 12:15 വെടിയേറ്റുവെന്നാണ് റിപ്പോർട്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മൊത്തലീബ് ഷിക്ദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബംഗ്ലാദേശിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. സംഘർഷത്തിനിടെ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രസ്താവന ബംഗ്ലാദേശ് തള്ളിയിരുന്നു. സംഘർഷത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ ന്യായമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു. മുഹമ്മദ് യൂനുസ് സർക്കാർ ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ പ്രസ്താവനകൾ നടത്തുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കെതിരായ പ്രസ്താവന നിരുത്തരവാദിത്തപരമെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സുരക്ഷയുറപ്പാക്കാൻ ഇന്ത്യ ആവശ്യമായതെല്ലാം ചെയ്യണമെന്നും RSS മേധാവി മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടു. 24 ഡൽഹി. വയനാട് പുൽപ്പള്ളിയിലെ കടുവയെ പിടികൂടാൻ ഇപ്പോൾ 2 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്ത വരുന്നുണ്ട്. ബാരനെ കൊലപ്പെടുത്തിയ പ്രദേശത്തും ഒപ്പം കടുവാ സാന്നിധ്യമുള്ള മറ്റൊരു പ്രദേശത്തും കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. RRTയുടെ പരിശോധന തുടരുകയാണ്. കർണാടക ക്യാമ്പ് ഷെഡിനടുത്ത് കണ്ടെത്തിയ കടുവ ഈ പ്രദേശത്തുള്ളതല്ല എന്നതും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത വാർത്ത തൃശൂർ ദിവാൻജി മൂലയിൽ വീടുകൾക്ക് തീപിടിച്ചു. 3 വീടുകൾക്കാണ് തീപിടിച്ചത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഒരു വീട് പൂർണ്ണമായി കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. വാർത്താസന്ധ്യയിലേക്ക് ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള ഘോഷയാത്ര നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. ഈ മാസം 27-ന് രാവിലെ 10:10-നും 11:30-നും ഇടയിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ. വെള്ളിയാഴ്ച വൈകിട്ട് ശബരിമല സന്നിധാനത്തെത്തിക്കുന്ന തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് ലക്ഷത്തിനരികെ. പവന് ഉച്ചയ്ക്ക് 640 രൂപ കൂടി 99,840 രൂപയായി. ഗ്രാമിന് 80 രൂപ കൂടി 12,480 രൂപയായി. ഇന്ന് 2 തവണയായി പവന് കൂടിയത് 1,440 രൂപയാണ്. ഫെഡറൽ റിസർവ് പലിശ കുറച്ചതും ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതും സ്വർണ്ണവില കുത്തനെ കൂടാനിടയാക്കി. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് $4,384 മുകളിലാണ്. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ഇനി പൊതുജനം കരുതിയല്ല സാർന്ന പരിപാടിയുമായി പ്രജൻസി കണ്ണൻ. നമസ്കാരം.